കോഴിക്കോട് അധ്യാപിക പിടിയിലായ ലഹരി കേസിൽ പോലീസ് അന്വേഷണം ഊർജിതമായി തുടരുകയാണ്. ഒളിവിൽ കഴിഞ്ഞിരുന്ന വടകര കൂരാച്ചുണ്ട് സ്വദേശി കാവ്യയെ അതിവിദഗ്ധമായാണ് പോലീസ് സംഘം കഴിഞ്ഞ ദിവസം പിടികൂടിയത്. ലഹരി സംഘത്തിലെ പ്രധാന കണ്ണിയായ ഇവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ലക്ഷക്കണക്കിന് രൂപയാണ് എത്തിയിട്ടുള്ളതെന്ന് കണ്ടെത്തി. കുട്ടികൾക്ക് ഉൾപ്പെടെ ലഹരി വസ്തുക്കൾ എത്തിച്ചു നൽകിയിട്ടുണ്ടോ എന്നതിൽ അന്വേഷണം നടക്കുകയാണ്. വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് ബെൻസൺ ബാബു ചേരുന്നുണ്ട്. ബെൻസൺ, ഏറെ ഞെട്ടിക്കുന്നതായിരുന്നു അധ്യാപിക തന്നെ ലഹരിക്കടത്തിൽ ഉൾപ്പെടുന്നു എന്നുള്ള കാര്യം. എന്താണ് ഇപ്പോൾ ഇതിന്റെ വിശദാംശങ്ങൾ? അന്വേഷണം ഏതു നിലയ്ക്കാണ് പുരോഗമിക്കുന്നത്? ഹർഷൻ, പുതിയ തലമുറയിലെ ലഹരി വ്യാപനത്തിൽ അതിൽ വിദ്യാസമ്പന്നരായ ആളുകൾ കൂടി പങ്കാളികളാകുന്നു എന്നുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ പിടിയിലായിട്ടുള്ള കാവ്യ അത് വലിയ ലഹരി സംഘത്തിന്റെ അല്ലെങ്കിൽ ലഹരി വിപണന ശൃംഖലയിലെ പ്രധാന കണ്ണിയാണ് എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. അതോടൊപ്പം ഈ മാസം, അതായത് ജൂലൈ 11-ാം തീയതി മറ്റൊരാൾ കൂടി മരുതോങ്കര സ്വദേശിയായിട്ടുള്ള ഒരു കീർത്തന, അവരും അധ്യാപിക തന്നെയാണ്, കാവ്യയുടെ സുഹൃത്താണ്. അവരെ പിടികൂടിയതിന്റെ അടിസ്ഥാനത്തിൽ അവരുടെ ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റുകളും, കീർത്തനയുടെ ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റുകളും അതോടൊപ്പം തന്നെ ഫോൺ കോൾ റെക്കോർഡുകളും മറ്റ് വിവരങ്ങളും, മൊഴി അടക്കമുള്ളവ പരിശോധിച്ചപ്പോഴാണ് ഇത്തരത്തിൽ കാവ്യയും ഇത്തരത്തിലൊരു വലിയ ലഹരി ശൃംഖലയുടെ ഭാഗമാണ് എന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയത്. ഈ ഇരുവരും, അതായത് കാവ്യയും അതോടൊപ്പം തന്നെ കീർത്തനയും, രണ്ടുപേരും അധ്യാപികമാരാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതും ഞെട്ടിക്കുന്നതുമായിട്ടുള്ള കാര്യം. ഇരുവരും പേരാമ്പ്ര BRCയിലെ അധ്യാപികമാരാണ്. പേരാമ്പ്ര BRCയിലെ സ്പെഷ്യൽ എഡ്യൂക്കേറ്ററാണ് കാവ്യ. ഭിന്നശേഷി കുട്ടികളുടെ പരിശീലക കൂടിയാണ് എന്നുള്ളതാണ്. അതായത് ആദ്യം പിടിയിലായ കീർത്തനയുടെ അക്കൗണ്ടിലേക്ക് പ്രതിമാസം ലക്ഷക്കണക്കിന് രൂപയാണ് ഈ ലഹരി വിപണനത്തിന്റെ ഭാഗമായി തന്നെ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നത്. 2000 രൂപ വീതമായിരുന്നു കീർത്തനയുടെ അക്കൗണ്ടിലേക്ക് എത്തിച്ചേരുന്നത്. അത് 2000 രൂപ വീതം ഇങ്ങനെ എത്തുന്നു. അത് ഒരു മാസം എത്തുമ്പോൾ ഒരു വലിയ തുകയായി കഴിയുമ്പോൾ അത് കീർത്തനയുടെ അക്കൗണ്ടിൽ നിന്നും കാവ്യയുടെ അക്കൗണ്ടിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. ഇവർ രണ്ടുപേരും ഇത്തരത്തിൽ ഈ ലഹരി വിപണനത്തിന്റെ ഭാഗമായി ഈ പണം മേടിക്കുന്ന ആളുകളാണ്. അതായത് നേരിട്ട് ലഹരി എത്തിച്ചു നൽകുന്ന ആളുകളല്ല, പക്ഷേ ഇവരുടെ അക്കൗണ്ടുകളിലേക്കാണ് ഈ പണം എത്തുന്നത്. പിന്നീട് ഈ ലഹരി വിപണനത്തിന്റെ ഭാഗമായിട്ടുള്ള മറ്റാളുകൾ ഈ പണം ഇട്ട് നൽകിയ ആളുകൾക്ക് ലഹരി എത്തിച്ച് നൽകുന്നതാണ് ഇവരുടെ ഒരു രീതി. ഇവരുടെ രണ്ടാളുടെയും അക്കൗണ്ടിൽ, കീർത്തനയുടെയും കാവ്യയുടെയും അക്കൗണ്ടുകളിൽ പ്രതിമാസം ലക്ഷക്കണക്കിന് രൂപയുടെ ക്രയവിക്രയം നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. അത് മാത്രമല്ല, ഈ അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അവരെ ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന കാര്യം, ഇരുവരും അധ്യാപികമാരാണ്. അപ്പോൾ സമാന രീതിയിൽ ജോലി ചെയ്യുന്ന ആളുകളെ ഈ ഒരു ലഹരി വിപണനത്തിന്റെ ഭാഗമാക്കിയിട്ടുണ്ടോ എന്ന അന്വേഷണ സംഘം ഇപ്പോൾ കാര്യമായി തന്നെ മുൻപോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അത് മാത്രമല്ല, ഇരുവർക്കും ഏറ്റവും അടുത്ത് ബന്ധം പുലർത്താൻ സാധിക്കുന്നത് കൗമാരക്കാരായിട്ടുള്ള ആളുകളോടും കുട്ടികളോടും വിദ്യാർത്ഥികളോടുമാണ്. അപ്പോൾ ഇവരെയെല്ലാം ഈ ലഹരിയുടെ ശൃംഖലയിൽ പെടുത്തിയിട്ടുണ്ടോ, അതായത് വിപണനത്തിന്റെ ഭാഗമാക്കിയിട്ടുണ്ടോ, അതോടൊപ്പം തന്നെ ലഹരി ഉപയോഗിക്കാൻ ഇവരെ പ്രേരിപ്പിച്ചിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ അന്വേഷണ സംഘം ഇപ്പോൾ പരിശോധിക്കുന്നുണ്ട്. മുൻപ്, അല്ലെങ്കിൽ ഒരു മാസങ്ങൾക്ക് മുൻപ് ഒരാളെ ഇത്തരത്തിലൊരു ചെറിയ രാസലഹരിയുമായി പിടികൂടിയിരുന്നു. അയാളുടെ അടുത്ത് നിന്നും ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ആദ്യം മരുതോങ്കര സ്വദേശിയായിട്ടുള്ള കീർത്തനയെ അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുക്കുന്നത്. പിന്നീട് ഇപ്പോൾ കാവ്യയും കസ്റ്റഡിയിലെടുക്കുന്നത്. അപ്പോൾ ഈ മലയോര മേഖലകൾ കേന്ദ്രീകരിച്ച്, ഇതെല്ലാം നടക്കുന്നത് വടകര, കുറ്റ്യാടി, പേരാമ്പ്ര അടക്കമുള്ള മേഖലകൾ കേന്ദ്രീകരിച്ചാണ് ഇവരുടെ ഈ സംഘം പ്രവർത്തിക്കുന്നത്. അപ്പോൾ മലയോര മേഖലകൾ കേന്ദ്രീകരിച്ച് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ലഹരി സംഘം പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്, അതിന്റെ തെളിവുകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്.